സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തൃശ്ശൂരിലെ മാളയിൽ കനത്ത മഴയിൽ വീടിന്റെ അടുക്കളയിലേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും മലപ്പുറത്ത് നിന്ന് ബിംസി വിജയനും ചേരുന്നു. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, പറയൂ. തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് മാളയിൽ ഒരു വീടിന് കേടുപാട് സംഭവിച്ചു എന്ന വിവരം വരുന്നത്. മാള പുത്തൻചിറയിലെ പിണ്ടാണിയിലാണ് ഈ വീടിന്റെ മതിലിടിഞ്ഞു വീണ ഈ ഒരു അടുക്കള പൂർണ്ണമായും തകർന്നത്. ഈ പിണ്ടാണി പടിഞ്ഞാറേ മിച്ചഭൂമിയിൽ താമസിക്കുന്ന ശശിയുടെ വീടിന്റെ അടുക്കളയിലേക്കാണ് ഈ അയൽവാസിയുടെ മതിൽ ഇടിഞ്ഞു വീണത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോടിന്റെ ഗതി, അതായത് തോട് കയ്യേറിയ ഒരു സ്വകാര്യ വ്യക്തി തോടിന്റെ വഴി വിട്ടതാണ് ഇത്തരത്തിൽ ഈ വീടുകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. നിരവധി വീടുകളിൽ ഇപ്പോൾ തന്നെ ഈ വലിയ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ വീടിന്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിയതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡുകളെല്ലാം തന്നെ മാളയിലും പുത്തൻചിറയിലും നിറഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടുകൂടി ഇടറോഡുകളിലടക്കം ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വീടുകളിലുള്ളവരെ ഈ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് ഈ പഞ്ചായത്ത് അധികൃതരെല്ലാം തന്നെ. ഈ വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് നിലവിൽ പഞ്ചായത്തും അറിയിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മാളയിൽ ഈ വീടുകളിൽ വെള്ളം കയറിയതിൽ ഒരു നടപടി സ്വീകരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം. അതോടൊപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖലയിലും കനത്ത മഴയാണ് തുടരുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്കടക്കം വർദ്ധിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി മേഖലയിലും ശക്തമായ മഴയാണ് തുടരുന്നത്. താങ്ക് യു സൂരജ് സജി. ഇനി മലപ്പുറത്ത് നിന്ന് ബിംസി വിജയൻ കൂടി ചേരുകയാണ്. അതേപോലെ തൃശ്ശൂരിലെ സൂരജ് സജി നമ്മോടൊപ്പം തുടരും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും ചേരും. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ബിംസി വിജയൻ, മലപ്പുറത്ത് എന്താണ് സ്ഥിതി? അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലൊക്കെ ഈ അവധിക്ക് വേണ്ടിയുള്ള മുറവിളിയുണ്ട്. അവധി കൊടുക്കാൻ തക്ക സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ അവധി നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കാരണം രാവിലെ നമ്മൾ പറഞ്ഞിരുന്ന അതേ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ചാറ്റൽ മഴ അതുപോലെ തന്നെ തുടരുന്നു. ഒപ്പം തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം, ഇതാണ് ഒരു സ്ഥിതി ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നഗരമേഖലയിലാണ്. എങ്കിൽ പോലും ഈ മലയോര മേഖലയിലൊക്കെ നമ്മൾ അന്വേഷിച്ചു. മലപ്പുറം ജില്ലയിൽ ആകെ തന്നെ ഈ ഒരു ചാറ്റൽ മഴയാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു അർദ്ധരാത്രി മുതലാണ് ഈ ചാറ്റൽ മഴ ആരംഭിക്കുന്നത്. അത് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവിടെ വനം മേഖലയിൽ മഴ പെയ്യുകയാണെങ്കിൽ പോലും ഇവിടുത്തെ എല്ലാ പുഴകളും വലിയ രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഴയിലിറങ്ങുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിനോദ സഞ്ചാരികൾക്കും ഒരു നിയന്ത്രണം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെ ഉള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ബാക്കിക്കയം ഡാം മഴ കനക്കുകയാണെങ്കിൽ അത് തുറക്കാനുള്ള സാധ്യതയുണ്ട്. അത് കടലുണ്ടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നും ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു അവധി നൽകാവുന്ന ഒരു സാഹചര്യം എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ എറണാകുളം ജില്ലയിൽ അത്യാവശ്യം കാര്യമായി മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. എന്നാൽ എറണാകുളം ജില്ലയ്ക്ക് അവധിയൊന്നും പ്രഖ്യാപിച്ചില്ല. കാര്യം അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം എറണാകുളം ജില്ലയിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, എറണാകുളത്ത് എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്, മഴ വാർത്തകൾ? SKN, ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ പലയിടങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. നിലവിലിപ്പോൾ നഗരത്തിലും ഇത്തരത്തിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. എറണാകുളം നഗരത്തിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും സമാനം തന്നെയാണ് അവസ്ഥ. അതേസമയം തന്നെ അങ്കമാലി, കാലടി, വടക്കൻ പറവൂർ അടക്കമുള്ള മറ്റിടങ്ങളിലും അതിശക്തമായ മഴ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുൻപ് അനുഭവപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 3 മണിക്കൂർ നഗരത്തിലും മറ്റിടങ്ങളിലും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റ് അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മറ്റ് നിയന്ത്രണങ്ങളും തന്നെ നഗരത്തിൽ ഇതുവരെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഖനന നിയന്ത്രണങ്ങൾ മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ മറ്റു മഴക്കെടുതികളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളും സമാനമായി തന്നെ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ്. SKN. താങ്ക് യു നിതിൻ അംബുജൻ.